നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ വൈറലാവണോ, നിങ്ങളുടെ കണ്ടന്റൊക്കെ ഒരുപാട് റീച്ച് വേണോ, അതുവഴി നിങ്ങൾക്ക് ഒരുപാട് പൈസ സമ്പാദിക്കണോ? വളരെ സിമ്പിളാണ്. ക്യാമറ ഓണാക്കി വെച്ച് എന്തെങ്കിലും കോമാളിത്തരം കാണിച്ചാൽ മതി. കുറേ നാൾ നിങ്ങൾ അങ്ങനെ അത് കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ദിവസം ഏതെങ്കിലും ഒരു വീഡിയോ കയറി വൈറലാവും. അപ്പോൾ നിങ്ങൾ വന്ന് ഏതെങ്കിലും ഒരു കുയില് മീഡിയ അല്ലെങ്കിൽ ഏതെങ്കിലും ഓൺലൈൻ മാധ്യമങ്ങൾ വന്ന് നിങ്ങളുടെ ഇന്റർവ്യൂ എടുക്കും. പിറ്റേന്ന് തൊട്ട് നിങ്ങൾ സ്റ്റാർ ആവും. ഈ ഒരു സ്ട്രാറ്റജി വഴി ഫേമസ് ആയ കുറേ പേരെ നമുക്കറിയാം. ഈ ആറാട്ടണ്ണൻ, അലിൻ ജോസ് പെരേര, പച്ച വീട്ടിൽ പ്രശ്നേഷ്, അല്ലെങ്കിൽ വനിതാ തിയേറ്ററിന്റെ മുമ്പിൽ ക്യാമറ മൈക്കും കാണുമ്പോൾ കിടന്ന് തുള്ളുന്ന എല്ലാവരും നമുക്ക് ഈ കാറ്റഗറിയിൽ പെടുത്താൻ പറ്റും. നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ഇവരുടെ വീഡിയോക്കൊക്കെ എങ്ങനെയാണ് ഇത്തരം വ്യൂസും റീച്ചും ഒക്കെ കിട്ടുന്നത്? ആർക്കും ഈ വീഡിയോ ഒന്നും കാണാൻ താല്പര്യമില്ല, പക്ഷേ ഇവർക്ക് റീച്ച് ഉണ്ട്. ഹൗ? ഞാൻ അതിനൊരു എക്സാമ്പിൾ പറയാം. ഒരു ദിവസം ഞാൻ വീട്ടിൽ ഇരുന്ന് വെറുതെ ഫുഡ് അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ അച്ഛൻ സൈഡിൽ ഇരുന്ന് റീൽസ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവരുടെ ആരെയോ വീഡിയോ ഇങ്ങനെ റാൻഡംലി സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അച്ഛനും വന്നു. അപ്പോൾ അച്ഛൻ ഇത് കണ്ടിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, ഇവന്മാർ എന്ത് കോമാളി തിരുവണിയും കിടന്ന് കാണിക്കുന്നതെന്ന്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, കാര്യമുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇതേപോലെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ വീഡിയോ നിങ്ങളുടെ ഫീഡിൽ വരെയായിരിക്കും. അപ്പോൾ ഒരു 90% ആളുകൾ ഇവന്മാരെന്താ കാണിക്കുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അതിരുന്ന് കാണും. ബാക്കി 10% ഇത് സ്വൈപ്പ് ചെയ്ത് കളയും. ഓക്കെ, അവരുടെ കാര്യം പോട്ടെ. 90%ൻ്റെ കാര്യമാണ് ഞാൻ സംസാരിക്കുന്നത്. ഇത് പ്യൂർലി ഞാനിപ്പോൾ മേഡപ്പ് ചെയ്ത നമ്പറാണ്. നാളെ വന്ന് എൻ്റെ അടുത്ത് പറയൽ 90% ആളുകളൊന്നും ഇത് കാണുന്നില്ലല്ലോ എന്നൊന്നും. സോ കീപ് ദാറ്റ് ഇൻ മൈൻഡ്. ഓക്കെ, ഈ 90% ആളുകളും ഇത് കാണണം, ഇവന്മാർ എന്താണ് ഈ കാണിക്കുന്നതെന്ന് നോക്കുക. അതുവഴി തന്നെ ഇവർ പകുതി സക്സസ്ഫുള്ളായി. ഈ 90% ആളുകൾ ഇത് ഫുള്ള് കണ്ടതുകൊണ്ട് തന്നെ അൽഗോരിതം ഇനി ഈ വീഡിയോസ് സജസ്റ്റ് ചെയ്യും. ചിലരിത് മൊത്തം കണ്ടിട്ട് സ്വൈപ്പ് ചെയ്ത് കളയും, ഇതിലൊക്കെ നമ്മൾ എന്തോ പറയാനാന്നുള്ള രീതിയിൽ. ചിലർക്ക് ഈ വീഡിയോ കൊണ്ട് ദേഷ്യം വന്നു, അല്ലെങ്കിൽ ഇവൻ എന്തായി കാണിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് കമന്റിലൊക്കെ പോയി ഭയങ്കര ദേഷ്യത്തിൽ കമന്റ് ചെയ്യും. ചിലപ്പോൾ അവൻ ലൈക്കോ അടിക്കും. അപ്പം ബോണസായി ആളുകൾ വീഡിയോ കൊണ്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. ഏതൊരു പ്ലാറ്റ്ഫോമിൻ്റെ അൽഗോരിതം ആയാലും നോക്കുന്നതെന്ന് പറഞ്ഞാൽ ആളുകൾ ആ വീഡിയോയിൽ ഇൻട്രാക്ട് ചെയ്യുന്നുണ്ടോ, കമൻറ്റ് ലൈക്കും ഒക്കെ ചെയ്യുന്നുണ്ടോ, കുറേ നേരം ഇരുന്ന് കാണുന്നുണ്ടോ എന്നേ നോക്കുന്നുള്ളൂ. സോ അതുവഴി ഈ അൽഗോരിതം ഇത് നല്ലൊരു വീഡിയോ ആണെന്ന് വിചാരിച്ച് എല്ലാവർക്കും ഇങ്ങനെ സജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ പറഞ്ഞ കാര്യത്തിന് റേജ് ബെയിറ്റിംഗ് എന്നാണ് വിളിക്കുന്നത്. സോഷ്യൽ മീഡിയ മൊത്തം ഇപ്പോൾ റേജ് ബെയിറ്റിംഗ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെയുള്ള കണ്ടന്റുകൾ ഇട്ടാൽ മാത്രമേ നമ്മൾ അൽഗോരിതം ഇപ്പോൾ കുറേ ആളുകളോട്ട് അത് പ്രൊമോട്ടും ചെയ്യുന്നുള്ളൂ, നമുക്ക് ഒരുപാട് വ്യൂസും കിട്ടുന്നു. എൻ്റെ ഈ ചാനലിൽ തന്നെ ഞാൻ പല ടൈപ്പ് ഓഫ് കണ്ടന്റ്സ് ചെയ്യാറുണ്ട്. എൻ്റർടൈൻമെൻറ്റാണ് ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. ബട്ട് വൺ ഡേ ഞാനിങ്ങനെ ഉടായ്പ കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാം ടെക് ഇൻഫ്ലുവൻസേഴ്സിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു. അതാണ് നല്ല രീതിയിൽ വൈറലായത്. ശരിക്കും അതൊരു ചെറിയ റേജ് ബേറ്റ് ആയിരുന്നു. അതെങ്ങനെയാണ് വർക്കായെന്ന് പറഞ്ഞാൽ, ഇവരുടെ അടുത്ത് ദേഷ്യമുള്ള ആളുകൾ, അല്ലെങ്കിൽ ഇവരുടെ ലിങ്ക് പോയി ട്രൈ ചെയ്തിട്ട് ഒന്നും കിട്ടാത്ത ആളുകൾ, അല്ലെങ്കിൽ ഇവർ ചെയ്യുന്നത് ഉടായ്പാണെന്ന് അറിയാവുന്ന ആളുകൾ, ഇവർക്ക് എല്ലാവർക്കും പൊതുവെ ഇവരുടെ അടുത്തൊരു ഹേറ്റഡ് കാണും. എൻ്റെ വീഡിയോ നോക്കിയപ്പോൾ ഇവരെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ദേഷ്യമുള്ളവരൊക്കെ വന്ന് ഈ വീഡിയോ കാണുകയും ഞാൻ ചെയ്യുന്നത് നല്ലതാണെന്ന് ചിലർ കമൻറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ചിലർ ഇവരെ വന്ന് തെറി വിളിച്ചിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ മതി. റേജ് ബേറ്റ് ഇതുവരെ എന്താണെന്ന് മനസ്സിലാവാത്തവർക്ക് ഞാൻ ഒന്നുകൂടി ഒരു എക്സാമ്പിളൂടെ പറഞ്ഞുതരാം. ഇതിന് സിമ്പിളായിട്ട് എനിക്ക് പറഞ്ഞുതരാൻ അറിഞ്ഞുകൂടാ. ഇടയ്ക്ക് വെച്ച് മോഹൻലാലിൻ്റെ ഒരു മൂവി റിലീസായില്ലേ, തുടരുമെന്ന് പറഞ്ഞു. ആ സിനിമ ഞാൻ കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇത്തിരി അറ്റൻഷൻ വേണമെന്ന് തോന്നിയാൽ ഞാൻ ചെയ്യേണ്ട ഒരു സിമ്പിൾ കാര്യമാണ്, തുടരും സിനിമയെ പറ്റി ആരെങ്കിലും ഇപ്പോൾ ഒരു പോസ്റ്റ് ഇട്ട് ഇത് നല്ല സിനിമയാണ് എന്നുള്ളൊരു പോസ്റ്റ് ഇട്ട് മെജോറിറ്റി ഓഫ് ഓഡിയൻസിന് ആ സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പോയി അതിന് താഴെ കമൻറ്റ് ചെയ്യണം. എനിക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടു, പക്ഷേ ഞാൻ പോയി എൻ്റെ താഴെ കമൻറ്റ് ചെയ്യണം, ഇത് എന്തൊരു ഊളപ്പടവും. അപ്പോൾ തന്നെ മോഹൻലാൽ ഫാൻസ് അല്ലെങ്കിൽ ഈ സിനിമ ഇഷ്ടപ്പെട്ടവരൊക്കെ ഇത് കണ്ട് ദേഷ്യപ്പെട്ട് വേൾഡ് വാർ 3 തന്നെ അതിൻ്റെ റിപ്ലൈ കമൻറ്റ് സെക്ഷനിൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എനിക്ക് അവിടെ വേണ്ട അറ്റൻഷനും കിട്ടി, എൻ്റെ കമൻറ്റിന് ഒരുപാട് റീച്ച് കിട്ടി, ഒരുപാട് ആളുകൾ ഇൻറ്ററാക്റ്റും ചെയ്തു. സോ എൻ്റെ എയിം എന്താണോ അത് നടന്നു. അത് നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. എനിക്ക് അവിടെ അറ്റൻഷൻ കിട്ടിയിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ റേജ് ബെയിറ്റിംഗ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഞാൻ ഇപ്പോൾ എന്തെങ്കിലും പൊട്ടത്തരം എടുത്ത് ഇൻസ്റ്റാഗ്രാമിലിട്ട് അത് ആളുകൾ കണ്ടിട്ട് പറയും ഇത് എന്ത് പൊട്ടത്തരമാണോ ഞാൻ കാണിക്കുന്നതെന്ന്. പിറ്റേന്ന് തന്നെ എൻ്റെ വീടിൻ്റെ മുമ്പിൽ ഏതെങ്കിലും ഒരു മീഡിയ വരും, എൻ്റെ ഇൻ്റർവ്യൂ എടുക്കാനും ആളെത്തും. ഞാൻ അവിടെ ഇൻ്റർവ്യൂ എടുക്കുമ്പോഴത്തേക്കും ഇത് ഇവരുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യും, അതായത് ഓൺലൈൻ മീഡിയക്കാരുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യും. എൻ്റെ ആ വൈറൽ വീഡിയോ ഉണ്ട്, ദേഷ്യമുള്ളവരെല്ലാം അതിൻ്റെ കമൻറ്റിൽ വന്ന് ഇവൻ ആരാ ഇവൻ ഏതറാ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ച് ഒരുപാട് കമൻറ്റുകൾ ഇടും. അപ്പോൾ ആ ഓൺലൈൻ മീഡിയയ്ക്ക് ഒരുപാട് വ്യൂസും ഒരുപാട് സബ്സ്ക്രൈബേഴ്സും ചിലപ്പോൾ ആ കണ്ടന്റ് വഴി കിട്ടും. പണ്ടൊക്കെ ഞാൻ യൂട്യൂബ് എടുത്ത് നോക്കുമ്പോഴത്തേക്കും കൂടുതലും ഗോസിപ്പ് ചാനൽസ് ആയിരുന്നു. അതായത് ഈ പ്രമുഖ നടൻ ചായക്കടയിൽ ചെയ്തത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും എന്നും പറഞ്ഞൊരു തംബ്നെയിൽ തുറന്നു നോക്കുമ്പോൾ നടൻ ചായക്കടയിൽ നിന്ന് ചായ കുടിക്കുകയായിരിക്കും. ഓരോരോ തട്ടിപ്പുകളെ എന്നിട്ട് 5000 കൊടുത്തോ. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ അധികം ഞാൻ യൂട്യൂബിൽ കാണാറില്ല, ഇപ്പോൾ അത് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇപ്പോൾ കൂടുതൽ യൂട്യൂബിൽ കാണുന്നത് ഏതെങ്കിലുമൊക്കെ ഒരു വീഡിയോ ഇട്ട് വൈറലായി ചിലപ്പോൾ അത് സൊസൈറ്റിയിലൊരു നെഗറ്റീവോ പോസിറ്റീവോ ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവർ കൂടുതലും ചൂസ് ചെയ്യുന്നത് നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ഉള്ളവരെയാണ്. എന്നിട്ട് അവരെ പിടിച്ചെടുത്തുകൊണ്ട് വന്ന് ഇൻ്റർവ്യൂയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റേജ് ബെയിറ്റിംഗ് അവിടെ വർക്കാവും. ഇപ്പോൾ യൂട്യൂബിൽ ഒരുപാട് ഓൺലൈൻ മീഡിയാസും ഉണ്ട്. ഞാൻ യൂട്യൂബൊക്കെ സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ ഞാൻ കണ്ടിട്ട് പോലും ഇല്ലാത്തവരെ പിടിച്ച് അവിടെ ഇരുത്തിയിരിക്കുകയാണ്. ആരൊക്കെയാണ് എന്തോ ഇവർ ഇൻ്റർവ്യൂ എടുക്കുന്നത്? ഇനി ഞാനും കൂടെ ഉള്ളൂ ബാക്കി ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട്. സോ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള കണ്ടന്റ്സ് എപ്പോഴും സോഷ്യൽ മീഡിയയിൽ തുടർന്നുകൊണ്ടിരിക്കും അൺടിൽ ആൻഡ് അൺലെസ് നമ്മളിത് കാണാതിരിക്കുന്നവരെ. അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. എന്തായാലും ഇതിനൊരു ഓഡിയൻസ് ഉണ്ട്.
പണ്ടൊക്കെ ആരെങ്കിലും വൈറലായ ഒരു പെട്ടെന്ന് ലൈം ലൈറ്റിൽ നിന്ന് മാറുമായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഈ ആറാട്ടനെ അലിൻ ജോസ് പെരേരയൊക്കെ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. അവരിപ്പോഴും ലൈം ലൈറ്റിൽ തന്നെ ഉണ്ട്. എനിക്ക് തോന്നുന്നത് അവർക്കും അറിയാം ഇവർ ചെയ്യുന്ന റേസ് ബെയിറ്റിംഗ് ആണ്. അവർക്ക് ലൈം ലൈറ്റ് നിൽക്കണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തേ പറ്റത്തുള്ളൂ. ഞാനിവിടെ കിടന്നിട്ട് ഇതിനെപ്പറ്റി വീഡിയോ ഉണ്ടാക്കിയിട്ടോ എത്ര പ്രസംഗിച്ചിട്ടോ ഒരു കാര്യമില്ല. ഇതൊന്നും ഒരിക്കലും നിർത്താൻ പോകുന്നില്ല. അപ്പോൾ ഞാൻ എന്തിനാണ് ഈ വീഡിയോ ചെയ്തതെന്ന് വെച്ചാൽ ഞാനും നിങ്ങളെയൊന്ന് റേസ് ബെയിറ്റ് ചെയ്ത് നോക്കിയതാണ്. ഇവരുടെ ഫോട്ടോയൊക്കെ തംബ്നെയിലിൽ വെച്ച്. സോ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.